ശോഭന. ചില മുഖങ്ങൾ അങ്ങനെയാണ്, എത്ര കണ്ടാലും മതി വരില്ല. ചില അഭിനയങ്ങൾ അങ്ങനെയാണ്, കാലം എത്ര കഴിഞ്ഞാലും മനസ്സിന്റെ ആഴങ്ങളിൽ തങ്ങി നിൽക്കും. വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കും. മിന്നാരത്തിലെ നീനയെയും പപ്പയുടെ സ്വന്തം അപ്പൂസിലെ മീനാക്ഷിയുടെ നിഷ്കളങ്കതയും തേന്മാവൻ കൊമ്പത്തിലെ കാർത്തുമ്പിയുടെ കുസൃതിയും മണിച്ചിത്രത്താഴിലെ ഗംഗയും മഴയത്ത് മുൻപേലെ ഉമാമഹേശ്വരിയും ശോഭനയിലല്ലാതെ മറ്റാരിലാണ് നമുക്ക് കാണാൻ പറ്റുക? എണ്ണിയാൽ ഒടുങ്ങാത്ത കഥാപാത്രങ്ങൾ, ചെയ്തു വെച്ചതെല്ലാം പ്രേക്ഷകർ വീണ്ടും വീണ്ടും റീവാച്ച് ചെയ്യുന്ന പടങ്ങൾ. നാഗവല്ലിയുടെ കോപവും അമ്മയുടെ വാത്സല്യവും കാമുകയുടെ പ്രണയവും മറവിയുടെ ആകുലതയും ഒരേപോലെ കഥ പറയുന്ന കണ്ണുകൾ. ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ 18 എന്ന ചിത്രത്തിലൂടെയാണ് ശോഭന മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. ശോഭനയുടെ ആദ്യ ചിത്രമാണിത്. ഇന്നത് തരുൺമൂർത്തിയുടെ തുടരും വരെ എത്തി നിൽക്കുന്നു. വെറും 14 വയസ്സുള്ളപ്പോഴാണ് ശോഭന ആദ്യ ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ആ പ്രായത്തിലുള്ള നിഷ്കളങ്കതയും സ്വാഭാവികതയും ആ കഥാപാത്രത്തിന് വലിയൊരു ജീവൻ നൽകി. പിന്നീട് അങ്ങോട്ട് 200ഓളം സിനിമകൾ, അതിൽ 56ഓളം പടങ്ങളും മോഹൻലാലിനോടൊപ്പം. ഇന്നലെയിൽ വന്ന് നമ്മുടെ ഉള്ളുലച്ചപ്പോഴും യാത്രയിലെ തുളസിയായി കാത്തിരുന്നപ്പോഴും നമ്മൾ കണ്ടത് അഭിനയത്തിന്റെ പൂർണ്ണതയായിരുന്നു. എത്ര കണ്ടാലും വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന മുഖം, ആ മുഖത്ത് മിന്നി പറയുന്ന ഭാവങ്ങൾ ആരും ഇഷ്ടപ്പെടും. നിത്യഹരിതം എന്നൊരു വാക്കുണ്ടെങ്കിൽ അതാണ് മലയാളികൾക്ക് ശോഭന.